കരിമ്പനകളുടെ നാടായ പാലക്കാട്ടെ തൃക്കന്നൂരാണ് പശ്ചാത്തലം. സന്ധ്യാസമയമായാൽ ഉഗ്രരൂപിണിയായ യക്ഷി പനമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും എന്നുള്ളതായിരുന്നു ഐതിഹ്യം. അതിനാൽ തന്നെ ആരും സന്ധ്യാസമയം കഴിഞ്ഞാൽ അതുവഴി പോകില്ലായിരുന്നു. ഇത്തരം തളം കെട്ടിക്കിടക്കുന്ന ഓർമ്മകളിൽ വളർന്നവരാണ് അവിടുത്തെ ഭൂരിഭാഗം പേരും. മനു എന്നായിരുന്നു നമ്മുടെ കഥാനായകൻ്റെ പേര്. പട്ടണത്തിലെ പഠിത്തം കഴിഞ്ഞ് വീടെത്തിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. വീട്ടിലെ ഒരു മുഷിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനിറങ്ങി. ഇറങ്ങാൻ നേരം അമ്മ പിറകെ പറയുന്നുണ്ടായിരുന്നു, മോനെ, ഇരുട്ടുന്നതിന് മുന്നേ തിരിച്ചെത്തണേ. കേട്ട് എന്നു ഭാവിച്ചു അവൻ യാത്ര തിരിച്ചു. നേരെ പോയത് നാട്ടിലെ തൻ്റെ ഉറ്റ കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. അവിടുന്ന് അവനെയും കൂട്ടി അവൻ്റെ സൈക്കിളിൽ ഊരു ചുറ്റാനിറങ്ങി. പുഴയും അരുവിയും പീടികയും എല്ലാം കണ്ട് അവൻ അവസാനമെത്തിയത് ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലായിരുന്നു. അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് സന്ധ്യയോടടുത്തപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. നേരം ഇരുട്ടിയിട്ടില്ലായിരുന്നു. ഏതോ മാന്ത്രികൻ്റെ മായാജാലമെന്നോണം ആകാശം പെട്ടെന്ന് കയറി അങ്ങിരുണ്ടു. എങ്ങും കൂരിരുട്ട് മാത്രം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അളിയ എന്ന് പറഞ്ഞ് മനു ഇറങ്ങാനും തുടങ്ങി. നീ ഇന്ന് പോകണ്ട, നേരം ഇരുട്ടി, ഇനി നാളെ പോകാം. ഇല്ലടാ, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാ, ഞാൻ ഇറങ്ങുന്നു. പരിഭ്രാന്തി നിറഞ്ഞ മുഖത്തോടെ കൂട്ടുകാരൻ പറഞ്ഞു, യക്ഷി ഇറങ്ങുന്ന നേരമാ, ഞാനൊരു തീപ്പന്തം കത്തിച്ചു തരാം, അതും കൊണ്ട് പോ. അതാകുമ്പോൾ യക്ഷി വരില്ല. അതെന്താ, തീ യക്ഷിക്ക് അലർജിയാണോ? നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ കയറിപ്പോയി. ഉടനെ ഒരു തീപ്പന്തവുമായി വന്ന്, ഇനി വൈകണ്ട, നീ തിരിച്ചോ. ഒരു നെടുവീർപ്പിട്ട് മനു യാത്ര തുടങ്ങി. സംഭവം വലിയ വായിൽ വർത്തമാനം അടിച്ചെങ്കിലും മനസ്സിൽ ഒരു ചെറിയ പേടിയില്ലാതില്ലാട്ടോ. അങ്ങനെ പാട്ടൊക്കെ പാടി ലാവിഷായി മനു നടന്നു എത്തിയത് കരിമ്പനം തോട്ടത്തിലെ വഴിയിലായിരുന്നു. എങ്ങും ശ്മശാനത്തിൻ്റെ മൂകത. ആകെ കേൾക്കുന്നത് അവൻ്റെ കാൽപ്പെരുമാറ്റം മാത്രമായിരുന്നു. ഒരൽപ്പം ഭയം മനസ്സിൽ കൂടിയോ എന്നൊരു സംശയം. പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചം അരുവിയിൽ വെള്ളത്തിൽ തട്ടി നന്നേ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ വഴിയിൽ ആരേലും നിന്നാൽ ദൂരെ നിന്ന് തന്നെ നന്നായി കാണാൻ പറ്റുമായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് നടന്നു. തൻ്റെ കാൽപ്പെരുമാറ്റത്തിന് ഒപ്പം മറ്റാരോ നടക്കുന്നത് പോലെ മനുവിന് തോന്നി. പാദസ്വരത്തിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു ആരുമില്ല എന്ന് ഉറപ്പും വരുത്തി. സൈഡിലേക്ക് നോക്കിയപ്പോൾ മനുവിൻ്റെ ഒപ്പം മറ്റൊരു നിഴൽ കണ്ടു. വെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും അടുത്തില്ലായിരുന്നു. പക്ഷേ അങ്ങ് അല്പം ദൂരെ മാറി നല്ലോണം പുക ഉയരുന്നത് അവൻ കണ്ടു. അങ്ങോട്ടേക്ക് അവന് ഓടി. ദൈവമേ, കോട ആയിരിക്കണേ, മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ നീങ്ങി. അധികം അടുത്തേക്ക് പോകാനായില്ല. അതിനു മുന്നേ അവനത് കണ്ടു. പണ്ട് അമ്മ പറയുന്ന കഥകളിൽ നിറഞ്ഞു നിന്നിരുന്ന തൃക്കണ്ണൂരിലെ യക്ഷി. അതെ, അത് അവൾ തന്നെയായിരുന്നു. പനങ്കുല പോലത്തെ മുടി, പട്ടുപാവാട, നിലാവ് വെള്ളത്തിൽ വീണിട്ടുള്ള പ്രതിഫലനം കൊണ്ട് ആരെന്നോ അറിയില്ല, വളരെ സുന്ദരിയായിരുന്നു അവൾ. പട്ടണത്തിൽ ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരിയായ ഒന്നിനെ ഇത് ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ആണൊരുത്തനെ വശീകരിക്കാൻ വേണ്ട എല്ലാ ഭാവങ്ങളും ഒത്തുചേർന്ന ഒരു പെണ്ണ്. കാഴ്ചയുടെ മായാലോകത്ത് നിന്ന് ഭയത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ പെട്ടെന്ന് വഴുതി വീണു. ഇനിയിപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് വരും, വേഷം മാറും, രൗദ്രഭാവം കൈവരിക്കും, എന്നിട്ട് എന്നെ കൊല്ലും എന്നവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അധിക നേരം അവൻ അങ്ങനെ ആലോചിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ സ്ത്രീ രൂപം അവനെ ലക്ഷ്യമാക്കി അടുത്തുകൊണ്ടിരുന്നു. മരണം മുന്നിൽ കണ്ട മനുവിന് പെട്ടെന്ന് ബോധം പോയി.